നമസ്കാരം. നാട് നടുക്കിയ വൈഗ കൊലക്കേസിൽ പ്രതിയായ പിതാവ് സനു മോഹന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ദിവസമാണ്. അയോധ്യയുടെ രാഷ്ട്രീയം ചർച്ചയായ വാർത്താ ദിനവും. വ്യക്തതയില്ല ഈ വിഷയത്തിൽ കോൺഗ്രസിന് എന്ന് വ്യക്തമാകുന്ന പ്രതികരണങ്ങൾ വരുന്നു. ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. ബോൺ നദാലയിൽ ഇപ്പോൾ വർണ്ണാഭമാവുകയാണ് തൃശൂർ. ഇങ്ങനെ ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളിലേക്ക് വിശദമായി ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബോൺ നദാലെ അങ്ങനെ വർണ്ണാഭമാകുന്നു തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നദാലയിൽ 10,000-ലേറെ പാപ്പമാരാണ് അണിനിരക്കുന്നത്. 300 പേർ വഹിക്കുന്ന ചലിക്കുന്ന പുൽക്കൂടാണ് മറ്റൊരാകർഷണം. ബോൺ നദാലയുടെ ഫ്ളാഗ് ഓഫ് സെന്റ് തോമസ് കോളേജിൽ ഉടൻ നടക്കും. സൂരജ് സജിയും അജീഷ് ജയകുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഫ്ളാഗ് ഓഫ് നടന്നോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും പാപ്പാമാരൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ ഈ ബോൺ നദാലയ്ക്ക് വേണ്ടി 2 പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നു. ആ പാട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള നൃത്തച്ചുവടുകളുടെ അവസാനവട്ട പരിശീലനമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അവിടെയെല്ലാം കുട്ടികൾ ഈ പാട്ടിനനുസരിച്ച് ഈ പരിശീലനം നടത്തി നോക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും പല പല പ്രദേശത്ത് നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് നേരത്തെ ഇത് CD-യിലും മറ്റുമാക്കി നൽകുകയായിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തുള്ളവർ അവിടെ നിന്ന് ഈ പാട്ടിന്റെ സ്റ്റെപ്പുകൾ പഠിച്ചുകൊണ്ട് വന്നു. പിന്നാലെ ഇവിടെ എത്തി അവർ ഒരു അവസാനവട്ട പരിശീലനം എന്ന നിലയിൽ ഈ 2 പാട്ടുകൾക്കുമുള്ള സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കളിച്ചു നോക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം ജാർഖണ്ഡ് ഗവർണർ ഇപ്പോൾ ഇത് ബോൺ നദാലെ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ 15 നിശ്ചല ദൃശ്യങ്ങൾ അത് തന്നെയാണ് ഇത്തവണത്തെ ഇതിന്റെ വ്യത്യസ്തതയായി മാറുക. അതോടൊപ്പം തന്നെ 2 ലൈവ് പുൽക്കൂടുകൾ, അതായത് ഈ 2 പുൽക്കൂടുകൾ ചുവന്നുകൊണ്ടായിരിക്കും, തണ്ടിലേറ്റിക്കൊണ്ടായിരിക്കും പോവുക. അങ്ങനെ 300-ലധികം ആളുകൾ തണ്ടിൽ ചുമക്കുന്ന ഒരു പുൽക്കൂടടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ പെരുമ പേറുന്ന പ്ലോട്ടുകൾ അതാണുള്ളത്. അത് മതസൗഹാർദ്ദമായിട്ടും പൂരവും അതുപോലെ തന്നെ ബോൺ നദാലയും എല്ലാമായി തൃശ്ശൂരിന്റെ പെരുമ എത്രത്തോളം ഉണ്ടോ ആ പെരുമ പുറം ലോകത്തെ അറിയിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി അണിനിരക്കുകയാണ്. കാരണം മാസങ്ങളായുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന നിമിഷമാണ്. ഈ പ്ലോട്ടുകളെല്ലാം തന്നെ ആഴ്ചകളോളം എടുത്തുകൊണ്ടാണ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങുക ഈ 10,000 വരുന്ന പാപ്പാമാരായിരിക്കും. അവരിൽ തന്നെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം വീൽ ചെയറിലുള്ള പാപ്പാമാർ അണിനിരക്കും. അതോടൊപ്പം തന്നെ ഈ ബൈക്കിൽ പാപ്പാമാർ അണിനിരക്കും. സ്കേറ്റ് ചെയ്യുന്ന തരത്തിൽ പാപ്പാമാർ അണിനിരക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഈ പാപ്പാമാരിലും പ്ലോട്ടുകളിലും എല്ലാം വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് ഇത്തവണയും ഉണ്ട്. ഇത്തവണയും ഗിന്നസ് റെക്കോർഡ് ഓരോ തവണയും തിരുത്തി കുറിക്കുന്ന ചരിത്രമാണ് ഈ ബോൺ നദാലയ്ക്കുള്ളത്. ഇത്തവണയും ചരിത്രം തിരുത്തി കുറിക്കും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും തൃശ്ശൂർ അല്പസമയത്തിനകം ഒരു ചെങ്കടലായി മാറും. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ആവേശത്തിൽ പാപ്പാമാർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവരുടെ ആവേശങ്ങളിലേക്ക് പോവാം. അടിച്ചു പൊളിക്കല്ലേ നമ്മള്? ഹാപ്പിയാണോ? ക്രിസ്മസായിട്ട് പൊളിക്കും എല്ലാരും. ഒരു ഓർത്ത് ഇത്തരത്തിൽ തന്നെയാണ് ഉന്മേഷം. എന്തായാലും വലിയ ആവേശം. അല്പസമയത്തിനകം ഇതിന്റെ ഫ്ളാഗ് ഓഫ് നടക്കും. സൂരജ് സജിയാണ് സെന്റ് മേരീസ് കോളേജിന് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് ഇപ്പോൾ അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ബോൺ നദാലെ അല്പസമയത്തിനകം ആരംഭിക്കും. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ വർണ്ണാഭമാവുകയാണ്. തൃശ്ശൂരിലെ സേക്രഡ് ഹാർട്ട് ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ നിന്നാണ് ഈ ബോൺ നദാലയുടെ ഘോഷയാത്ര തുടങ്ങുന്നത്. ഇവിടെ ആയിരക്കണക്കിന് പാപ്പാജിമാർ ഘോഷയാത്ര റെഡിയല്ലേ? എങ്ങനെയുണ്ട്? ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? നിങ്ങൾ എവിടെ എത്ര? നിങ്ങൾ ഏതിടവകയാ? വെണ്ടൂര്. അപ്പൊ ഇതാണ് ഇവരുടെ ആഘോഷം, ഇതാണ് ഇവരുടെ ആവേശം. ഇനി ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഈ സംഘം ഇവിടുന്ന് പുറപ്പെടും. പുറപ്പെടുമ്പോൾ ഇവർക്ക് അകമ്പടിയായി ബോൺ നദാലെ ഗാനമുണ്ടാവും. ആ ഗാനത്തിനൊത്ത് ചുവട് വെച്ചുകൊണ്ട് ഈ കുട്ടികൾ 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവരുണ്ട്. ഈ കുട്ടികൾ തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരിയുടെ ഹൃദയത്തിലൂടെ ആ വിഴിമാറിലൂടെ നടക്കും. തേക്കിൻകാട് മൈതാനത്തിന് മുന്നിലൂടെ, വടക്കുംനാഥിന് മുന്നിലൂടെ, സ്വരാജ് റൗണ്ടിലൂടെ ഈ പാപ്പാജിമാർ നടക്കും. അത്രത്തോളം ആവേശമാണ് ഇവരുടെ. ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.
സാധാരണ ഈ ക്രിസ്മസ് 25-ാം തീയതി ആഘോഷിച്ച് രാവിലെ മുതൽ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ പള്ളികളിൽ പോയി, അത് ക്രൈസ്തവ വിശ്വാസികളായിരിക്കും കൂടുതൽ പള്ളികളിൽ പോയി ഇങ്ങനെ ആഘോഷിച്ച് അവർ വൈകിട്ട് വന്ന് ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങുന്നത്. ആ ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം 27-ാം തീയതി തൃശ്ശൂരിൽ പക്ഷേ അങ്ങനെയല്ല. സാംസ്കാരിക നഗരിയുടെ എല്ലാ ജനങ്ങളും, തൃശ്ശൂരിലെ പൗരാവലിയും ഇവിടുത്തെ ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ഇടവകളും എല്ലാം ചേർന്ന് വലിയ ഒരു ആഘോഷമാക്കുകയാണ് ഈ ദിവസം. ആ മണിക്കൂറുകൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്ന ഈ സംഘം തൃശ്ശൂരിനെ ഒരു ചെങ്കടലാക്കി മാറ്റും, ഒരു ചുവന്ന നഗരിയാക്കി മാറ്റും. സാംസ്കാരിക നഗരി അങ്ങനെ ചുവന്ന നഗരിയായി മാറും. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും അടുത്തത് സെന്റ് തോമസ് കോളേജിലേക്ക് പുറപ്പെടുന്നത്. അവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഈ ഉദ്ഘാടനത്തിന് ശേഷം വലിയ പാട്ടിന്റെയും നൃത്തത്തിന്റെയും നിശ്ചല ദൃശ്യത്തിന്റെയും അകമ്പടിയോടെ ഈ സംഘം തൃശ്ശൂരിന്റെ വിഴിമാറിലൂടെ നടക്കും. അപ്പോൾ നിശ്ചല ദൃശ്യങ്ങളുണ്ടാവും, ഫ്ലോട്ടുകളുണ്ടാവും, പലതരത്തിലുള്ള പാപ്പാഞ്ഞിമാർ, റോളർ സ്കേറ്റിങ്ങിലുള്ള ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയല്ലേ? ഒറ്റയ്ക്കാണോ വന്ന? കുടുംബം ഉണ്ടോ? അല്ലേ, കുടുംബം ഒരു മോനെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുമ്പളാങ്ങാട് ഇടവകയെന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ പലരും അമ്മമാരും അവരുടെ കുട്ടികളോടൊപ്പം അച്ഛന്മാരും അങ്ങനെ കുടുംബം മൊത്തത്തിലാണ് എഴുന്നിട്ടുണ്ട്. 200-ലധികം ഇടവകക്കാരുണ്ട് ഈ പ്രദേശത്ത്. ഈ ഇടവകക്കാരിലെ ഓരോ ഇടവകയിൽ നിന്നും 50-100 ആളുകൾ എത്തുന്നു. അങ്ങനെ 15,000 പേരെത്തുന്നു. ഈ 2013 തുടങ്ങിയ ഈ ബോൺനത്താലെ 2013 ഇവർ തുടങ്ങിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ പലതരം ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷത്തിൽ തങ്ങൾക്കും ഒരു ആഘോഷം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമാവുകയാണ് തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിന് മുന്നിൽ അജീഷ് ഉണ്ട്. അല്പസമയത്തിനകം ബോൺനത്താലെ ആരംഭിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരിലേക്ക്. അപ്പൊ അതാണ് ഉന്മേഷിച്ച ഇത്രത്തോളം ആവേശമാണ്, ഇത്രത്തോളം വൈബാണ്, ഇത്രത്തോളം സന്തോഷമാണ്. കൊച്ചു കുട്ടികൾ സഹിതം അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട്. പാപ്പാജിമാർ ഇവരെല്ലാം പൂരനഗരിയെ ചെങ്കടലാക്കാൻ പുറപ്പെടുകയാണ്. ഉന്മേഷ്. ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം സൂരജ് സജിയും ഉണ്ട്. സെന്റ് മേരീസ് കോളേജിന് സമീപത്ത് നിന്നാണ് സൂരജ് സജി ചേരുന്നത്. സൂരജ്, അങ്ങനെ ചുവന്ന നിറം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതെത്ര സമയം നീണ്ടു നിൽക്കും ഈ പരിപാടി സൂരജ്? ഉന്മേഷ്, എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇത് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. സംഘാടകരെല്ലാവരും എത്തിയിട്ടുണ്ട്. വിശിഷ്ട അതിഥികൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും, അതായത് നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ അണിനിരന്ന് കഴിഞ്ഞു. അത് ഈ സെന്റ് തോമസ് കോളേജിന് സമീപം, അതായത് ഈ സെന്റ് മേരീസ് കോളേജിന് സമീപത്ത് തന്നെയാണ് സെന്റ് തോമസ് കോളേജ്. അവിടെ നിന്ന് ഇത് ഈ തൃശ്ശൂർ ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തും. ഇവിടെ നിന്നുള്ള ഈ പാപ്പാമാരുടെ സംഘവും ഈ തൃശ്ശൂർ റൗണ്ടിലേക്കാണ് കയറുക. ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ആദ്യം പോവുക ഈ വീൽ ചെയറിലുള്ള പാപ്പാമാരായിരിക്കും. ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ആ വീൽ ചെയറിലുള്ള പാപ്പാമാരെ ദൃശ്യങ്ങളിൽ നേരത്തെയും കാണിച്ചാണ്. അവരാണ് ആദ്യം അണിനിരക്കുക. പിന്നീട് ഈ റോളർ സ്കേറ്റിംഗിൽ പാപ്പാമാരെത്തും. അതോടൊപ്പം തന്നെ ബൈക്കിൽ പാപ്പാമാരെത്തും. അതിനുശേഷമായിരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുട്ടിക്കൂട്ടമെല്ലാം ഈ തൃശ്ശൂരിന്റെ പൂര നഗരിയിലേക്ക് എത്തുക. ഈ കാണുന്ന പാട്ട്, അതായത് ഈ പാട്ടിനൊപ്പം ഇവരെല്ലാവരും ഈ തൃശ്ശൂർ റൗണ്ടിൽ നൃത്തം ചെയ്യും. ഓണക്കാലത്ത് പുലികൾ വരുന്നത്, പുലി ഇറങ്ങുന്നത് തൃശ്ശൂരുകാർക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്മസ് കാലമാകുമ്പോൾ അവിടെ എത്തുക ഇതുപോലുള്ള പാപ്പാമാരായിരിക്കും. അവർ കൃത്യമായി തയ്യാറാക്കിയ 2 പാട്ടുകളുണ്ട്. ആ പാട്ടിനൊപ്പിച്ച് ഇങ്ങനെ ചുവട് വയ്ക്കും. തൃശ്ശൂർ നഗരമാകെ ഒരു ചെങ്കടൽ മാതിരി ആർത്തിരമ്പി എത്തുന്ന ഒരു ചെങ്കടൽ പോലെ ഇങ്ങനെ ഇവർ അലകൾ തീർത്തുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയൊക്കെ ഇവരുടെ സംഘം ഈ തൃശ്ശൂർ റൗണ്ട് കീഴടക്കി തുടങ്ങും. പിന്നാലെ ഒരു 8 മണി 8:30 കൂടി മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ കഴിഞ്ഞ തവണയൊക്കെ പോയ ഈ പരിപാടി നടന്നതിന്റെ അനുഭവം ഇന്ന് നമ്മളോടൊപ്പം തന്നെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെല്ലാം പങ്കുവെക്കുകയുണ്ട്. അന്ന് അദ്ദേഹം ഇന്നും ഓർത്തെടുത്ത് പറയുന്നത് അവർ ആദ്യ മുൻനിരയിലുണ്ടായിരുന്നു. പക്ഷേ അവർ കറങ്ങിയ റൗണ്ടിന്റെ പിന്നാമ്പുറത്ത്, അതായത് ഈ തുടങ്ങിയ പോയിന്റിൽ എത്തുമ്പോഴും ഈ സംഘം പുറപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലൊരു വലിയ ജനക്കൂട്ടം അന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. 10,000-ലധികം പാപ്പാമാരാണ് ഇതിന്റെ ഭാഗമാകുന്നത്. എന്തായാലും അവസാനവട്ട പരിശീലനത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ നേരത്തെ പഠിച്ചു വന്നതാണ്. എന്നാലും അവരൊരു ഫൈനൽ റിഹേഴ്സൽ എന്ന തലത്തിലേക്ക് ഇവരെല്ലാവരും പരിശീലനം നടത്തുക. എങ്ങനെയാ, ഉഷാറല്ലേ നമ്മള്? അടിപൊളിയല്ലേ? പഠിച്ചോ? ഡാൻസ് ഒക്കെ പഠിച്ചു? ഹാപ്പി അല്ലേ?
ഇത്തരത്തിൽ തന്നെയാണ് ഈ ക്രിസ്മസ്, അതായത് കൊച്ചിക്കാരെ സംബന്ധിച്ച് പുതുവത്സര ആഘോഷങ്ങളോട് കൂടിയാണ് ഇത് സമാപിക്കുന്നതെങ്കിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഈ 27-ാം തീയതി അത് ബോൺനത്താല എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാം മറന്ന് ഓണനാളിൽ പുലികളിക്കൊന്നിക്കുന്നത് പോലെ തൃശ്ശൂരുകാർ ക്രിസ്മസിൽ 27-ാം തീയതി ബോൺനത്താല ദിനം അവരെല്ലാവരും ഒന്നിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഒരു ഉത്സവമാക്കി മാറ്റുന്ന നിമിഷം, ആ നിമിഷത്തിലൂടെയാണ് തൃശ്ശൂർ കടന്നു പോകുന്നത്. ഉന്മേഷ്, ശരി, അങ്ങനെ വർണ്ണാഭമാകുന്നു തൃശൂർ. അതിന്റെ കാഴ്ചകൾ ബോൺനതാലയ്ക്ക് അല്പ സമയത്തിനകം തുടക്കമാകുന്നു. 10,000 പപ്പമാർ ഒരേ സമയം നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ആവേശത്തിലാണിപ്പോൾ തൃശൂർ നഗരമുള്ളത്. അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും. ആ സമയത്ത് നമ്മൾ ഈ വാർത്തയിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്തും. വൈഗ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം ശിക്ഷ. കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതിയുടേതാണ് വിധി. വിവിധ വകുപ്പുകളിലായി 28 വർഷം കഠിന തടവും 1,70,000 രൂപ പിഴയും ഒടുക്കണം. പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വിധിച്ചു. 2021 മാർച്ചിലാണ് 11-കാരിയായ വൈഗയെ കൊന്ന് പിതാവ് കൊച്ചിയിലെ മുട്ടാർപ്പുഴയിൽ എറിഞ്ഞത്. വിധിയിൽ സന്തോഷമുണ്ടെന്നും ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ PA ബിന്ദു പറഞ്ഞു. അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്ര പ്രകാരമുള്ള എല്ലാ വകുപ്പുകളിലും ശിക്ഷ നൽകിയിട്ടുണ്ട് കോടതി. അത് സാഹചര്യ തെളിവുകളാണ്. ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടിക്ക് മദ്യം കൊടുത്തുവെന്നും തെളിവ് നശിപ്പിച്ചതിനും മറ്റ് JJ ആക്ട് പ്രകാരമുള്ള 2 വകുപ്പ്, അതായത് കുട്ടീനെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള JJ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമേലാണ് ടേം സെൻറ്റൻസ് എന്ന് പറയുന്നത് 2 10, 1 5, 1 3, അങ്ങനെ 28 വർഷം ടേം സെൻറ്റൻസ്. ആ ടേം സെൻറ്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ. എസ് ശ്രീകാന്തുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിയുന്നു, പ്രതിക്ക് അങ്ങനെ ജീവപര്യന്തം വരുന്നു. എന്തൊക്കെയാണ് ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ? പ്രതി സനു മോഹൻ 2 രീതിയിലാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടത്. ഒന്നാമത്തേത്, കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഇയാൾ അനുഭവിക്കേണ്ടി വരും. അത് ഒന്ന്. മറ്റ് വകുപ്പുകളിൽ അയാൾക്ക് 28 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് ഏറ്റവും കൂടിയ ശിക്ഷ 10 വർഷത്തെ ശിക്ഷ അയാൾ അതിലനുഭവിക്കണം. അതായത് ആദ്യം 10 വർഷത്തെ ശിക്ഷ അനുഭവിക്കണം, പിന്നീടായിരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കോടതിയുടെ വിധിയുടെ രത്നച്ചുരുക്കം. ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കുകയുണ്ടായി. എറണാകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജി K സോമനാണ് ശിക്ഷ വിധിക്കുകയുണ്ടായത്. 302 കൊലപാതകം, 328 ഈ ലഹരി നൽകി കൊലപ്പെടുത്തുന്നതിനുള്ള നീക്കം, അതോടൊപ്പം 201 തെളിവ് നശിപ്പിക്കൽ, ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ 75, 77 വകുപ്പുകൾ എല്ലാം തന്നെ പ്രതിക്കെതിരെ ചുമത്തിയത് തെളിഞ്ഞു എന്ന് ഇന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പക്ഷേ അതുണ്ടായില്ല. പ്രതിഭാഗത്തിന്റെ ന്യായം, അവരുടെ ന്യായം അവർ നിരത്തിയത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല, ഒട്ടനവധി കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും വധശിക്ഷ വിധിച്ചിട്ടില്ല എന്ന് അവരും ചൂണ്ടിക്കാട്ടി. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകണം ഒരുപക്ഷെ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയത്. പ്രതി ആദ്യം 10 വർഷത്തെ ശിക്ഷ അനുഭവിക്കണം, ശേഷം ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി അനുഭവിച്ചു തുടങ്ങാം. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വൈഗ കൊലക്കേസിലാണ് പ്രതി സനു മോഹന് ജീവപര്യന്തം ശിക്ഷ. പ്രത്യേക പോക്സോ കോടതിയുടെയാണ് വിധി. 28 വർഷമുണ്ട്. വിവിധ വകുപ്പുകളിലായി കഠിന തടവ്, 1,70,000 രൂപ പിഴയൊടുക്കണം എന്നാണ് കോടതി നൽകിയിരിക്കുന്ന കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. വിവാദങ്ങൾക്കിടയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാവുകയാണ്. ഈ മാസം 30-ന് പ്രധാനമന്ത്രി അയോധ്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ജനുവരി 22-ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്
പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ സജീവമാകുന്ന ഈ സമയത്ത് എന്താണ് അയോധ്യയിലെ ഈ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്? അതാണ് പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തൊട്ടുപിന്നിൽ കാണുന്നതാണ് നിർദ്ദിഷ്ട ശ്രീരാമ ക്ഷേത്ര നിർമ്മിതി. ഈ 3 നിലകളിലായിട്ടാണ് ശ്രീരാമ ക്ഷേത്രം ഇവിടെ. ഇപ്പോൾ വൈഗ കൊലക്കേസ് പ്രതി സനു മോഹനെ ശിക്ഷാവിധിക്ക് ശേഷം ഇപ്പോൾ പുറത്തിറക്കുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. കോടതി എല്ലാ വകുപ്പുകളിലും ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്ന് കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നു. ജീവപര്യന്തം തടവാണ്. വിവിധ വകുപ്പുകളിലെ 28 വർഷം കഠിന തടവുണ്ട്. 1,70,70,000 രൂപ പിഴയുമുണ്ട്. പ്രതി സനു മോഹനെ ഇപ്പോൾ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ നിന്ന് പുറത്തിറക്കി. പോലീസ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുകയാണ്. നാടിന് നടുക്കിയ ഈ സംഭവത്തിലാണ് 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കോടതിയുടെ ശിക്ഷാവിധി ഇന്നുണ്ടായത്. കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത്. ഇപ്പോൾ പ്രതിയെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. തത്സമയ ദൃശ്യങ്ങൾ നാടിന് നടുക്കിയ വൈഗ കൊലക്കേസിലാണ് കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതി ഇന്ന് വിധി പറഞ്ഞത്. പ്രതി സനു മോഹന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സ്വന്തം മകളെയാണ് ക്രൂരമായി പിതാവ് കൊലപ്പെടുത്തിയത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, കേസുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവത്തിന് ശേഷം ഈ പ്രതിയെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കോടതി നടപടികൾ പൂർത്തിയാകാനുണ്ടായിരുന്നു. 2:30-ക്ക് വിധി വന്നതാണ്. അതിനുശേഷം ഈ കോടതി നടപടികൾ പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രതി ഇത്രയും നേരം ഈ കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഈ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു മുഖഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി ഇറങ്ങി വന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു തരത്തിലുള്ള ഭാവമാറ്റവും അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ കയറിപ്പോയത് യാതൊരു കൂസലുമില്ലാതെയാണ് അയാൾ കോടതിക്കകത്തേക്ക് കയറിപ്പോയത്. കോടതിക്കുള്ളിലും അതുപോലെ തന്നെയാണ് നിന്നത്. ഇപ്പോൾ ഇറങ്ങി പോകുമ്പോഴും അതേ രീതിയിൽ തന്നെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ, യാതൊരു മുഖവ്യത്യാസവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ വാഹനത്തിലേക്ക് വന്ന് കയറി അതേ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വണ്ടിയിൽ ഇപ്പോൾ ഈ പേപ്പറുകളുടെ ചില പൂർത്തീകരണം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയെ വാഹനത്തിനുള്ളിൽ കയറ്റി ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്യിൽ ഒരു ചെറിയ മുറിവ് പോലെ എന്തോ ഉണ്ടായിരുന്നു, പാടുകൾ എന്തോ ഉണ്ടായിരുന്നത് ഐഡന്റിഫിക്കേഷൻ മാർക്കായി കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഈ കൈ എടുത്തുകൊണ്ട് ഈ പ്രതി കാണിക്കുന്നത് നമ്മൾ കണ്ടത്. മറ്റൊരു തരത്തിലുള്ള പ്രതികരണവും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ വൈഗയുടെ മാതാവോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറ്റു ബന്ധുക്കളോ ആരും തന്നെ ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ കോടതിയിൽ 2:30-ക്ക് ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഈ കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതി സനു മോഹനെ ജയിലിലേക്ക് മാറ്റുകയാണ്. കോടതിയിൽ ശിക്ഷാവിധി നേരത്തെ പൂർത്തിയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നത്. വൈഗ കൊലക്കേസിലാണ് ഇന്ന് സുപ്രധാനമായ കോടതി വിധി ഉണ്ടായത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. വിവാദങ്ങൾക്കിടയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകുന്നു. രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനുവരി 22-ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ സജീവമാകുന്ന ഈ സമയത്ത് എന്താണ് അയോധ്യയിലെ ഈ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്? അതാണ് പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തൊട്ടുപിന്നിൽ കാണുന്നതാണ് നിർദ്ദിഷ്ട ശ്രീരാമ ക്ഷേത്ര നിർമ്മിതി. ഈ 3 നിലകളിലായിട്ടാണ് ശ്രീരാമ ക്ഷേത്രം ഇവിടെ ഒരുങ്ങുന്നത്. 3 നിലകളിൽ ആദ്യത്തേത് ഗർഭഗൃഹമാണ്, രണ്ടാമത്തേത് രാംസഭയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളുടെ ഒരു ഉദ്ഘാടനം ആണ് നടക്കുന്നത്. 3ാമത്തെ നിലയുടെ ഇനിയും അത് പൂർത്തിയാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീടായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് 22-ാം തീയതി നടക്കുന്ന ജനുവരി 22 നടക്കുന്ന ഈ ചടങ്ങിലാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ അത് നിശ്ചയിക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ ചടങ്ങിന് മുന്നോടിയായിട്ട് വളരെ വേഗത്തിൽ ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഏതാണ്ട് 4000-ഓളം തൊഴിലാളികൾ രാപകൽ പണിയെടുക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. പല മേഖലകളിൽ തയ്യാറാക്കി മുൻപ് തന്നെ വെച്ചിരുന്ന കല്ലുകൾ ഇവിടേക്ക് എത്തിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു കാഴ്ച, അതിനനുബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൊത്തുപണികൾ ഒക്കെ നടക്കുന്നു. ഗ്രാനൈറ്റുകൾ പതിപ്പിക്കൽ അടക്കമുള്ളവ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്
കാഴ്ചയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുമെങ്കിലും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ തുടരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മണ്ഡലം അടക്കമുള്ള നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മാത്രം ആചരിച്ചു വരുന്ന മണ്ഡലം അടക്കമുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഉദ്ഘാടനം അടുക്കുന്ന പശ്ചാത്തലത്തിൽ, ഏതാണ്ട് ഒരു മാസം മാത്രം ശേഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ രാപകൽ വ്യത്യാസമില്ലാതെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അത് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ചടങ്ങുകൾ, അത് വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളവയ്ക്കായി പ്രധാനമന്ത്രി 30-ാം തീയതി എത്തുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഒരുക്കങ്ങൾ അയോധ്യയിൽ നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം നിർദ്ദിഷ്ട ശ്രീരാമ ക്ഷേത്ര മേഖലയിൽ നിന്നും, അയോധ്യയിൽ നിന്നും രാധാകൃഷ്ണൻ, 24. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം. പങ്കെടുത്താലും ഇല്ലെങ്കിലും വെട്ടിലായത് കോൺഗ്രസാണ്. പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവരാണെന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ലെന്നും ഡോക്ടർ ശശി തരൂർ MP 24-നോട് പറഞ്ഞു. ചടങ്ങിനില്ല എന്ന് പ്രഖ്യാപിച്ച CPIM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്ത മുഖപത്രം മുഖപ്രസംഗം എഴുതി. അയോധ്യയിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്ത് വെട്ടിലാക്കിയത് കോൺഗ്രസിനെ. ക്ഷണം തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ്. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾക്കാണ് ക്ഷണം. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. BJPയുടെ കരുത്തുകാട്ടാനുള്ള പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് മറുവിഭാഗവും പറയുന്നു. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഒരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു വീടി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി ഡോക്ടർ ശശി തരൂർ MP-യും നൽകിയില്ല. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിലപാടാണ് കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്ക്. അവർ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതി. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖപ്രസംഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, 24. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ ഒരു അജണ്ടയിലും വീഴാൻ പാടില്ല. കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ ക്ഷണം ലഭിച്ചവരോട് ചോദിക്കണമെന്നും PM A സലാം പ്രതികരിച്ചു. അല്ല, അതേ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം പാർട്ടി നേതൃത്വം ആലോചിച്ച് അഭിപ്രായം പറയും. അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയമായിട്ടല്ലേ. ഇതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി തലത്തിൽ ആലോചിച്ച്, ദേശീയ പ്രശ്നമാണ്, ദേശീയ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് മുസ്ലിം ലീഗ് അഭിപ്രായം പറയണമെങ്കിൽ പറയും, അത്രയുള്ളൂ. വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, ഈ ലീഗ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്ന നിലപാട് എന്താണ്? ഇപ്പോൾ PM A സലാമിന്റെ തന്നെ പ്രതികരണമുണ്ടല്ലോ സമീർ. ഈ രാമക്ഷേത്രം മാത്രമല്ല, ഈ BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയിലും വീഴരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കോൺഗ്രസിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും PM A സലാം വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹവും താല്പര്യവും തന്നെയാണ്. പക്ഷേ ഇതൊരു ദേശീയ വിഷയമാണ്, ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു വാശി പിടിക്കാൻ വിഷയത്തിലാവില്ല എന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഇക്കാര്യത്തിൽ ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നുള്ള ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് മുസ്ലിം ലീഗ് മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുസ്ലിം ലീഗിന്റെ ആഗ്രഹം ഇവർ പങ്കെടുക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു തീരുമാനം വിഷയത്തിൽ എടുക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നല്ലേ? ഇതിൽ പങ്കെടുത്താൽ അത് എങ്ങനെ ബാധിക്കും, പങ്കെടുത്തില്ലെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ എങ്ങനെ പാർട്ടിയെ ബാധിക്കും? അങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. നിതിൻ അംബുജൻ. ഉന്മേഷ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് ഉത്തരേന്ത്യയിലടക്കം വലിയ തരത്തിൽ ചർച്ചയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. BJP രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് അയോധ്യയെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസമായി ചേർന്ന ഭാരവാഹി യോഗത്തിൽ അത് തീരുമാനിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ച കോൺഗ്രസിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഇതിനെല്ലാമുള്ള ഒരു ഉത്തരം പിന്നീട് തരുമെന്നാണ് KC വേണുഗോപാൽ അറിയിച്ചത്. പക്ഷേ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇപ്പോൾ കോൺഗ്രസിന് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ദിഗ്വിജയ് സിംഗ് അടക്കം വ്യക്തമാക്കിയിരുന്നു അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ള കാര്യം. നേരത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ കമൽനാഥും അതോടൊപ്പം തന്നെ അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളടക്കം രാമക്ഷേത്ര നിർമ്മാണത്തിനായി സഹായങ്ങൾ നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. അതേസമയം തന്നെ പങ്കെടുത്താൽ അത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അത് വലിയ വിഷയമായി തന്നെ അത് രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി അഥവാ അത് ഇന്ത്യ സഖ്യത്തിലടക്കം അതൊരു ഒരുപക്ഷെ ഭിന്നതയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഏത് തരത്തിൽ അതിനെ സമീപിക്കുമെന്നതും വലിയ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ CPIM അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടെടുത്ത് രംഗത്തുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് യെച്ചൂരിയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും അറിയിച്ചൊരു സാഹചര്യമുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ മറുവിഭാഗം നേതാക്കളും ഇത് പങ്കെടുത്താൽ ആ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി BJP ഒരുക്കുന്ന കെണിയിൽ അത് വീഴാനുള്ള സാധ്യത കൂടി നേതാക്കൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വമടക്കം ഇതൊരു രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള പ്രതികരണം അടക്കം നൽകിയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഈ ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ശരി നിതിൻ, ഏതായാലും കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കും ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ളത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം JDS കേരള ഘടകം വിച്ഛേദിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ തീരുമാനം വരുന്നു. ഏതായാലും സ്വന്തം അസ്തിത്വത്തിൽ പ്രവർത്തിക്കും, സമാന പാർട്ടികളുമായി ലയിക്കുന്ന കാര്യം ആലോചിക്കുന്നു എന്നുള്ള പുതിയ വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. മണ്ഡലപൂജയുടെ പുണ്യം. മണ്ഡലകാല തീർത്ഥാടനം അവസാന ഘട്ടത്തിലേക്ക്. മണ്ഡലപൂജ നടന്നു. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാത്രി ഹരിവിലാസനം പാടി നടയടച്ചാൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-നാണ് വീണ്ടും തുറക്കുക. പത്ത് 30-നും 11:30-നും ഇടയിലായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ആയിരങ്ങളാണ് ദർശനം നടത്തിയത്. തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇന്ന് നടയടക്കുന്നതിനാൽ പ്രതീക്ഷിച്ച തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന പരാതി ആദ്യം കേട്ടെങ്കിലും അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു. രാത്രി ഹരിവരാസനം പാടി നടയടക്കുന്നതോടെ ഈ മണ്ഡലകാലത്തിന് സമാപനമാകും. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പ്. ജനുവരി 13-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. അങ്ങനെ മണ്ഡലപൂജ നടന്നു. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം ഇപ്പോൾ.
മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് മണ്ഡലപൂജ നടന്നു. തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. രാത്രി 11 മണിക്ക് നടയടയ്ക്കും. ഈ മാസം 30-ന് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. മണ്ഡലകാലത്ത് റെക്കോർഡ് വരുമാനമാണ് ലഭിച്ചതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഈ സെപ്റ്റംബറിലെ കുത്തകലേലവും ഒക്ടോബറിലെ കുത്തകലേലവും നവംബർ 17 വരെയുള്ള കുത്തകലേലവുമായി ബന്ധപ്പെട്ട് കിട്ടിയ എമൗണ്ട് ഏതാണ്ട് 37,40,45,007 രൂപയാണ്. നമ്മുടെ ഈ വർഷത്തെ വരുമാനവുമായി കൂട്ടിയെടുക്കുമ്പോൾ ഏതാണ്ട് 241,71,21,711 രൂപ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 18,72,51,461 രൂപ നമുക്ക് അധികമായി കിട്ടിയിരിക്കുകയാണ്. രാഹുൽ സുരേഷ് ഉണ്ട് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന്. രാഹുൽ, വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ട്. ഒപ്പം തന്നെ ഈ പുതിയ കണക്കുകൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നുണ്ട്. ഈ കുത്തക ലേല കണക്കുകൾ കൂടി പരിഗണിച്ച് വരുമാനം കൂടിയെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. രാഹുൽ, ഉന്മേഷ്, ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ മണ്ഡലകാലത്തിന്റെ അവസാന മണിക്കൂറുകളും പിന്നിടുകയാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചിരുന്നു. വീണ്ടും 3 മണിക്ക് നട തുറന്നിട്ടുണ്ട്. തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ ദർശനത്തിനായി അവസാന നിമിഷവും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായൊരു കുറവുണ്ട്. നിലവിൽ 18-ാം പടിക്ക് തൊട്ട് താഴെയുള്ള വലിയ നടപ്പന്തലിൽ മാത്രമാണ് തീർത്ഥാടകരുടെ ഒരു ക്യൂ ഉള്ളത്. അത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ആ ആളുകളും 18-ാം പടി കടന്ന് ദർശനം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 6 മണിക്ക് മുമ്പ് നിലവിൽ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ദർശനം ലഭിക്കും. രാവിലെ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ ആളുകൾ ഒഴിഞ്ഞതോടെ ആ തിരക്ക് ഇവിടെയും ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി വൈകിട്ട് ദീപാരാധനയും അതിനുശേഷമുള്ള പതിവ് ചില ചടങ്ങുകൾ മാത്രമാണ് സന്നിധാനത്ത് അവശേഷിക്കുന്നത്. രാത്രി 10:50-ന് ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. ഇനി മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ഈ മാസം 30-നാണ് വീണ്ടും നട തുറക്കുക. ഈ ജനുവരി 15-നാണ് മകരവിളക്ക്. ഇതിന് മുന്നോടിയായി ജനുവരി 13-ാം തീയതി പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര പുറപ്പെടും. അങ്ങനെ വീണ്ടും ഒരു മകരവിളക്ക് മണ്ഡലകാലത്തിന് അവസാനം കുറിക്കുകയാണ്. ഇനി വരുമാനം സംബന്ധിച്ച വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കിൽ വരുമാനത്തിൽ കാര്യമായൊരു കുറവുണ്ട് എന്ന് കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ കുത്തകലേലത്തിന്റെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ സർവകാല റെക്കോർഡാണ് ഈ മണ്ഡലകാലത്ത് ഉണ്ടായതെന്നാണ് പറയുന്നത്. കുത്തക ലേലത്തിലൂടെ 37 കോടി രൂപ കൂടി വരുമാനത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതോടെ 241 കോടിയാണ് ഈ മണ്ഡലകാലത്തെ ദേവസ്വം ബോർഡിന്റെ വരുമാനം. 18 കോടി 72 ലക്ഷം രൂപ വർദ്ധിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതായത് കഴിഞ്ഞ വർഷം 222 കോടിയായിരുന്നു വരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ 18 കോടിയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. ഉന്മേഷ്, ശരി. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് JDS കേരള ഘടകം ഇന്ന് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് തീരുമാനം. HD ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കി. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന CK നാണുവുമായും സഹകരിക്കേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി തീരുന്നുണ്ട്. പ്രതീഷ്, ഇത്തരത്തിലുള്ള ചർച്ചകൾ, തീരുമാനങ്ങളൊക്കെ നേരത്തെയും പലകുറി നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഈ പുതിയ തീരുമാനം വഴി എന്ത് മാറ്റമുണ്ടാകും പ്രതീഷ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതവണ ചർച്ചകൾ നടന്നതാണ്. കാരണം ദേശീയ തലത്തിൽ BJP സഖ്യകക്ഷിയായ ഒരു പാർട്ടി സംസ്ഥാന തലത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നു. ഇതായിരുന്നു JDS കേരള ഘടകത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേർന്നത്. എന്നാൽ വലിയ നിർണായകമായ തീരുമാനങ്ങളോ പുതിയ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളോ ഒന്നും തന്നെ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനാണ് ഇന്ന് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. HD ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുടെ ഭാഗമല്ല JDS കേരള ഘടകം എന്നതാണ് ഇന്ന് ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം. ദേശീയ നേതൃത്വവുമായി ഇനി ഒരു സഹകരണവുമില്ല, സ്വന്തം അസ്തിത്വത്തിൽ പ്രവർത്തിക്കും. ഇതാണ് ഇന്നെടുത്ത തീരുമാനം. മാത്രമല്ല, ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാലക്രമേണ സമാന മനസ്കരായ പാർട്ടികളുമായി ലയിക്കുന്ന കാര്യവും
കാര്യവും പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളും ഇന്ന് ചേർന്ന യോഗം വിശദമായി പരിശോധിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഭാവിയിൽ മറ്റ് പാർട്ടികളുമായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന മറ്റ് പാർട്ടികളുമായി ലയിക്കുന്ന കാര്യവും JDS ആലോചിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ പുതിയ പാർട്ടി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. മന്ത്രി K. കൃഷ്ണൻകുട്ടി അടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞതുമാണ്. പക്ഷേ അത്തരത്തിലൊരു പാർട്ടിയിലേക്കും പുതിയ പാർട്ടി രൂപീകരണത്തിലേക്കും പോയാൽ അത് പാർട്ടി നേതാക്കൾക്ക് തന്നെ പ്രതിസന്ധിയാവും. അയോഗ്യത ഉൾപ്പെടെയുള്ള സാങ്കേതികപരമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് അടക്കം പോകാതെ നിലവിൽ സംസ്ഥാന നേതൃത്വവുമായി തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം ഇനി ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല. HD ദേവഗൌഡയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനാണ് ഇന്ന് ചേർന്ന ഭാരവാഹി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇത് അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കളും ഉള്ളത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയെങ്കിൽ ഏത് നിലയ്ക്ക് JDS ഇനി മുന്നോട്ട് പോകും എന്നുള്ളത് പ്രധാനപ്പെട്ടതുമാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ മാത്യു ടി തോമസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. പ്രതികരണത്തിലേക്ക്. ഓരോ ദിവസവും BJPയുമായി കൂടുതൽ അടുക്കുന്ന നടപടികളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുവാൻ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി ആ തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ. ദേവഗൌഡ പ്രസിഡന്റായ സമിതിയുടെ ഒരു ഘടകം എന്ന നിലയിലായിരിക്കില്ല കേരളത്തിലെ ജനതാദൾ പ്രവർത്തിക്കുക. സ്വന്തമായ അസ്തിത്വത്തിൽ പ്രവർത്തിക്കും. CK രാമന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ബദൽ കമ്മിറ്റിയുമായി സഹകരിക്കില്ല. ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയിരിക്കുന്ന അത്തരം കമ്മിറ്റികളോട് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ സമാന മനസ്കരായ ആളുകളെ കൂട്ടി കാലക്രമേണ കൂടുതൽ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുക തന്നെയാണ്. പത്തനംതിട്ടയിൽ രണ്ടിടത്ത് വാഹനാപകടം. പുത്തൻപീടികയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് ഗുരുതര പരിക്ക്. കൈപ്പട്ടൂരിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർ ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, 2 അപകടങ്ങളുടെയും വിശദാംശങ്ങൾ. 2 അപകടങ്ങൾ ഉണ്ടായത് ഏതാണ്ട് 3 മണിക്കും 4 മണിക്കും ഇടയിലാണ്. എന്തായാലും കൈപ്പട്ടൂർ പുത്തൻപീടികയിലാണ് ആദ്യ അപകടം നടന്നത്. അതൊരു ആംബുലൻസ് ഡ്രൈവറാണ്. അയാൾ മദ്യപിച്ചിരുന്നു. അമിത വേഗതയിൽ വന്ന ഇന്നോവ കാറിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഇന്നോവ കാറിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ ഡ്രൈവർക്കും, 5-വനായ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇവർ ലഭിക്കുന്നു. ഈ ഇന്നോവ കാർ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇവരെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനായി. അവിടെ നാട്ടുകാരാണ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് പോലീസും ചേർന്നാണ് മാറ്റിയത്. അതിന് മിനിറ്റുകൾക്ക് ശേഷമാണ് തൊട്ടപ്പുറത്ത് കൈപ്പട്ടൂരിൽ തന്നെ അടുത്തൊരു മേഖലയിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇതിൽ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും അതുകൂടാതെ അടൂരിൽ നിന്ന് മുണ്ടക്കയത്തേക്ക്, പത്തനംതിട്ട വഴി മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ അപകട കാരണമെന്നാണ് പറയുന്നത്. ഇയാൾ അമിത വേഗതയിലായിരുന്നു എന്നും പറയുന്നു. ഈ ബസ്സിലെ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി മുൻഭാഗത്ത് നിന്ന് ശ്രമകരമായാണ് പുറത്തെടുത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞത് 20 പേർക്ക് പരിക്കേറ്റുവെന്നാണ്. ഇപ്പോൾ നമ്പറിൽ ചെറിയ വ്യത്യാസമുണ്ട്. കൈകാലുകൾ ഒടിഞ്ഞും മറ്റുമായി ഏതാണ്ട് 36 പേർ, ഇപ്പോൾ കുട്ടികളടക്കം 36 പേർ, ഈ 2 അപകടങ്ങളിൽപ്പെട്ട 36 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 2 KSRTC ബസ്സുകളിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഉന്മേഷം. ശരി, 2 വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. 2 വാഹനാപകടങ്ങളായി 30-ലേറെ പേർ ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുവെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ദേശീയ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിന് പിന്നാലെ ഫെഡറേഷന്റെ താൽക്കാലിക നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഭൂപീന്ദർ സിംഗ് ബജ്വ ആണ് കമ്മിറ്റി ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അച്യുതൻ, കേൾക്കാമെങ്കിൽ. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കായിക മന്ത്രാലയത്തിന്റെ നടപടിയെ തുടർന്നാണ് ഈ ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുന്നത്. തുടർന്ന് ഇതിന്റെ താൽക്കാലിക നടത്തിപ്പിനായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് എത്രയും വേഗം ഒരു അഡ്ഹോക് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട രൂപീകരിക്കണം. അപ്പോൾ ആ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും നിലവിലെ ഫെഡറേഷന്റെ താൽക്കാലിക ചുമതല നടത്തുക. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ ഈ ഭൂപീന്ദർ
ഭൂപീന്ദർ സിംഗ് ബജുവയാണ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് കായിക രംഗത്തുള്ള മറ്റ് അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഫെഡറേഷന്റെ താൽക്കാലിക ചുമതല ഇവരായിരിക്കും നടത്തുന്നത്. നിലവിലിപ്പോൾ ഈ ഫെഡറേഷൻ പുതിയ ഭരണസമിതി കായിക മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. കാരണം നിലവിലെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഈ പുതിയ ഭരണസമിതിയുടെ നടത്തിപ്പിനും അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ ഒരു പക്ഷേ അത് ഈ ഭരണസമിതിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കായിക മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇനി ഒരു തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ പുതിയ ഭരണസമിതിയുള്ളത്. അതിനാൽ ഈ ഉടൻ തന്നെ കായിക മന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് പരിഹാര നടപടികളിലേക്ക് കടക്കുക. ശരി, ആർ അച്യുതാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്ര പ്രഖ്യാപിച്ച കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് പ്രഖ്യാപിച്ച കോൺഗ്രസ്. ജനുവരി 14 മണിപ്പൂരിൽ നിന്ന് ഭാരത് ന്യായ് യാത്ര തുടങ്ങും. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ യാത്ര ബാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഭാരത് ന്യായ് യാത്ര എന്നാണ് രണ്ടാം പതിപ്പിന്റെ പേര്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മണിപ്പൂർ, നാഗാലാന്റ്, അസം, ബംഗാൾ, മധ്യപ്രദേശ്, UP, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിൽ സഞ്ചരിച്ച് മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. This yatra will cover a distance of 6,200 kilometers. This yatra is covering 14 states and 85 districts. ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും പദയാത്രയായിരുന്നെങ്കിൽ ഭാരത് ന്യായ് യാത്ര ബസ്സിലും സഞ്ചരിക്കും. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യാത്രയിൽ പങ്കെടുപ്പിക്കാനും ആലോചനയുണ്ട്. മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ. ജനങ്ങളിൽ സ്നേഹം പടർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പൊ മണിപ്പൂരിലെ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? അപ്പൊ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. യാത്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കർണാടകയിലെ നേട്ടവും മറ്റ് സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയും കൂടി മുന്നിൽ കണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. 24 ഡൽഹി. നിതിൻ അംബുജനുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറിവ് തന്നെയല്ലേ കോൺഗ്രസിന്റെ ലക്ഷ്യം? ഉന്മേഷ്, അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. കാരണം കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചൊരു കാര്യം രാഹുൽ ഗാന്ധി വീണ്ടും ഭാരത് ജോഡോ യാത്ര നടത്തണമെന്നാണ്. പ്രവർത്തകരുടെ അടക്കം വികാരം അത്തരത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ നിന്ന് നേരത്തേത് മിസോറാമിൽ, ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് മിസോറാമിൽ അവസാനിക്കുന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ചർച്ചകൾ നടന്നതെങ്കിൽ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ മുംബൈയിൽ അവസാനിക്കുന്ന തരത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്താണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് 14 സംസ്ഥാനങ്ങൾ 85 ജില്ലകൾ കവർ ചെയ്ത് 6200 കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് 20 മുംബൈയിൽ യാത്ര സമാപിക്കുന്നത്. ഇതിൽ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത് ജോഡോ യാത്ര വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. പക്ഷേ മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അടക്കം ഒരു വലിയ വികാരം കോൺഗ്രസ് അനുകൂലമാക്കാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഭാരത് ന്യായ് യാത്ര. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് ന്യായ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.